നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ജാതകത്തിൽ രണ്ട് ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് നമുക്ക് എങ്ങനെ അനുഭവത്തിലെടുക്കാം, അല്ലെങ്കിൽ അത് എന്തൊക്കെ സൂചനകളാണ് നൽകുന്നത് എന്നുള്ളതാണ്. ഇപ്പം ശനി ബുധനുമായിട്ടുള്ള കോമ്പിനേഷൻസ്, ശനിയും കുജനുമായിട്ടുള്ള കോമ്പിനേഷൻസ്, അങ്ങനെ വ്യാഴവും ശനിയുമായിട്ടുള്ള കോമ്പിനേഷൻസ്. അപ്പം രണ്ട് പെർട്ടിക്കുലർ പ്ലാനറ്റ്സ് തരുന്ന, നമ്മൾ പ്ലാനറ്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. അതൊക്കെ എന്തൊക്കെ കാര്യങ്ങളെ സിഗ്നിഫൈ ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചതാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു പ്ലാനറ്റ്സിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഒരുപാട് അറിവുകൾ തരുന്നു. ഈ 9 പ്ലാനറ്റ്സും 12 രാശികളും 12 ഭാവങ്ങളുടെയും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വിഷയങ്ങളും പറയാം. അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്നത് വളരെ എവിഡൻ്റായിട്ട്, വളരെ കൂടുതലായിട്ട് ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് അഗ്നിമാരുത യോഗം. അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വയുടെയും മാരുതൻ, അതായത് വായുകാരകനായിരിക്കുന്ന ശനിയുടെയും കോമ്പിനേഷൻസ് ഒരുമിച്ച്, പ്രത്യേകിച്ച് 5 മുതൽ 10 ഡിഗ്രിക്കുള്ളിൽ ഇവർ അടുത്ത് നിന്നാൽ ഉണ്ടാവുന്ന ഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ എന്ത് ഡെപ്റ്റാണ് അവർ തന്നിരിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അഗ്നിമാരുത വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇന്നലെ വന്ന ഒരു കമൻറ്റ്, എനിക്കിവിടെ അസ്ട്രോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ബാക്കിയുള്ളവർ നമ്മുടെ വിഷയമേ അല്ല, ഇത് അസ്ട്രോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിനൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ 109ാമത്തെ വീഡിയോ ഞാൻ കുറച്ച് വൈഡായിട്ട് കുറേ വിഷയങ്ങൾ, ആധുനികപരമായിട്ടുള്ള കുറേ സയൻറ്റിഫിക് കണ്ടെത്തലുകളും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടും ശാസ്ത്രം ഇന്ന് കടന്നു പോകുന്ന വഴിയിലൂടെ പോകുന്നതിനെക്കുറിച്ചുമായിരുന്നു ഞാൻ ചർച്ച ചെയ്തത്. അതെന്താണ് ഞാൻ അങ്ങനെ എടുത്തത് എന്ന് ചോദിച്ചാലും, കാലദേശാടിസ്ഥാനത്തിലും വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് ദൈവജ്ഞനുണ്ടായിരിക്കണം, അതായത് ഒരു അസ്ട്രോളജറിനുണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു ശ്ലോകത്തിലൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ഋഷിമാർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ ശ്ലോകത്തിൽ എഴുതി വെക്കുമ്പം നിങ്ങൾക്ക് 4-ാം ഭാവം കൊണ്ട് ഇന്നത് വരാം, കുതിരയെ കിട്ടാം, ആനയെ കിട്ടാം എന്നൊക്കെ പറഞ്ഞ്, ഇന്ന് ആനയും കുതിരയൊന്നുമല്ല, തലസ്ഥാനത്ത് അന്ന് വാഹനത്തിന് ഉപയോഗിച്ചിരുന്ന ആ സ്ഥാനത്ത് നമ്മളിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ വന്നു. നിങ്ങൾക്ക് ആഡംബരപൂർണമായിട്ടുള്ള ഗജരഥത്തിൽ സഞ്ചരിക്കാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഗജരഥമൊന്നുമില്ല, അല്ലെങ്കിൽ അശ്വരഥമില്ല, അതായത് കുതിരയെ കെട്ടിയ രഥങ്ങളില്ല. അപ്പോൾ പകരം കാറും സ്കൂട്ടറും ഒക്കെയാണുള്ളത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ആവാം, എങ്ങനെയൊക്കെ വരാം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഉപയോഗിക്കും. അപ്പോൾ അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെ കാലഘട്ടത്തിൻ്റെ രീതിക്ക് അനുസരിച്ച് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ സബ്ജക്റ്റുകൾ പറഞ്ഞത്. വന്ന കമൻറ്റ് ഇതാണ്: നിങ്ങൾ അസ്ട്രോളജിയെയും സയൻസിനെയും കൂടെ കൂട്ടി ഉപയോഗിച്ചു കൊണ്ടിട്ട് നിങ്ങൾ രണ്ടും അല്ലാതാക്കാതിരിക്കുക, രണ്ടും രണ്ട് രീതിയിലുള്ള ശാസ്ത്രമല്ലേ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ഞങ്ങൾ ദൈവജ്ഞന്മാർക്ക് ആകാശത്തിന് കീഴെയുള്ളതും ആകാശത്തിനുപരിയായിട്ടുള്ള എന്ത് വിഷയവും ഞങ്ങൾ ഈ 9 ഗ്രഹങ്ങളെയും 12 ഭാവങ്ങളെയും 12 രാശികളെയും കൂട്ടിയിണക്കി പറയും. എന്തും വിഷയമാണ്, വിഷയത്തെ കണ്ടെത്തലുകളാണ് അസ്ട്രോളജി എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഋഷിമാരുടെ തീക്ഷ്ണ ബുദ്ധിയിൽ നിന്നും സ്ഫുടം ചെയ്തെടുത്ത അറിവുകൾ, അതോടൊപ്പം സാധനാ പന്ഥാവിലൂടെയുള്ള യാത്രയിൽ അനുഭവങ്ങൾ വരും. അറിവും അനുഭവങ്ങളും കൂടെ സംയോഗിക്കുമ്പോൾ അവസാനം ജ്ഞാനത്തിൻ്റെ, വിസ്ഡത്തിൻ്റെ ഒരു തലത്തിലേക്കെത്തും. ആ തലത്തിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം. ഏറ്റവും അവസാനമാണ് ജ്ഞാനം വരുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ജ്യോതിഷത്തിൽ ലഗ്നത്തിൻ്റെ തുടങ്ങി അവസാന രാശിയാണ് മോക്ഷം എന്ന് പറയുന്നത്. സർവ്വ വിഷയങ്ങളും മോക്ഷത്തിലേക്ക് എത്തുന്നത് വരെയുള്ള സർവ്വ വിഷയങ്ങളും അസ്ട്രോളജേഴ്സിന് എടുക്കാം. അത് ഓരോരുത്തരുടെ എല്ലാവർക്കും ഒന്നും പറയാൻ കഴിയില്ലെങ്കിലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടാവും.
അതുപോലെ തന്നെ എല്ലാ അസ്ട്രോളജേഴ്സിനും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനും നല്ല കഴിവുണ്ടായിരിക്കും. ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം. ഒരാൾ ദൈവജ്ഞനെ കാണാൻ വരുന്ന സമയത്ത് അയാളുടെ ഹ്യൂമൻ ഫങ്ഷൻ നീഡ്സ്, അയാളുടെ എനർജി, നമുക്ക് അയാൾ തരുന്ന ആ എനർജി വെച്ച് അനലൈസ് ചെയ്യുന്നത്, അയാളുടെ എർജികൾ, യുങ്ങൊക്കെ പറയുന്ന പോലെ ആർക്കിടൈപ്പുകൾ, അയാളുടെ ഡയലമാസ്, ഇതെല്ലാം അയാളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും കർമ്മത്തിൽ നിന്നും, ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങ് ഒരുപാട് പോകണ്ട, എന്ന് മുതലാണോ ഈ ആത്മാവ് സഞ്ചാരം ആരംഭിച്ചത്, ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്ക് വരെയുള്ള സമയം, നമ്മൾ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പ്രസൻറ്റിൻ്റെ തൊട്ട് ബാക്ക് വരെയുള്ള സമയം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫാണ്. ഇതിൻ്റെ ആകത്തുകയും അയാളുടെ അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അയാൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളും അയാളുടെ കോസ്മിക് ഓർഡർ ഓഫ് ലൈഫുമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇത് ബെർണം എഫക്റ്റ് പോലെയോ അല്ലെങ്കിൽ ഫോറക്സ് എഫക്റ്റ് പോലെയോ ഒക്കെ ആണെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് ജനറലി സംഭവിക്കാവുന്ന സബ്ജക്റ്റുകളെ ആകത്തുകയായിട്ട് എടുക്കുമ്പം അതിനെ പലപ്പോഴും അത് ശരിയായിട്ട് വരും പല കാര്യങ്ങളിലും. ഇതിനെ ബെർണം എഫക്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഉദാഹരണത്തിന് അതിന് ഇതിനെ ഈ അസ്ട്രോളജിയെ പരിഹസിക്കാൻ വേണ്ടി അല്ലെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ എടുക്കുമ്പം പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് ബെർണം എഫക്റ്റ്. ഇപ്പം നമ്മൾ വ്യാഴമാറ്റം കാണാറില്ലേ, ശനിമാറ്റം അല്ലെങ്കിൽ വ്യാഴം വക്രത്തിൽ പോയി അല്ലെ കണ്ടകശനി എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരേപോലെ ആ എഫക്റ്റ് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, 10% ആൾക്കാർക്കേ വരാറുള്ളൂ. അത് ഒരുപക്ഷെ ബെർണം എഫക്റ്റ് എന്നൊക്കെ വേണേൽ പറയാം നമുക്ക്. പക്ഷേ അസ്ട്രോളജി എന്ന് പറയുന്നത് ഈ ഒരു ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലല്ല നിൽക്കുന്നത്. ഈ ആൾക്കാരെ കണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് കണ്ടകശനി അഷ്ടമശനി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനകത്തല്ല അസ്ട്രോളജി ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് മിനിമം ഒരു 20,000-ൽ പരം ആൾക്കാരുമായിട്ട് സംവദിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഒരു അസ്ട്രോളജർ എന്നുള്ള രീതിയിൽ, അവരുടെ ഹൊറോസ്കോപ്പ് നോക്കുന്ന രീതിയിൽ. പൊതുവേ എല്ലാവരും പറയുന്ന അവർക്ക് അതിലൊരു ഭൂരിപക്ഷം ആൾക്കാർക്കും അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. എന്നാൽ ഒരു പ്രശ്നവും ഇല്ലാതെ വരുന്നവരും ഇതിനകത്തുണ്ട്. വിഭാവേന അഹൃതേ അനുഭാവേന ഗമ്യതേ എന്ന് പറയും. അതായത് ഇതിൻ്റെ കോസ് ഓഫ് അവരുടെ ആ പ്രശ്നത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ആ കോസ് ഓഫ് ഇമോഷൻ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അവരുടെ വികാരഭാവം, മൂഡ് എന്താണെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ ഭാവപ്രകടനം, ഇമോഷൻസ് ഓഫ് എക്സ്പ്രഷൻസ്. ഇത് 3 നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് അവർ വരണം, അല്ലേ? കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു 99% എൻ്റെ കൺസൾട്ടേഷനും ഓൺലൈനാണ്. അതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഓഡിയോ കോളിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓഡിയോ കോളിൽ സംസാരിക്കുമ്പം ഇവർ ഇന്ന ആളാണെന്ന് പറഞ്ഞ് ഞാൻ ഇത്ര മണിക്ക് കൺസൾട്ടേഷൻ എടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. എന്താണ് പ്രശ്നം എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. ഒരു അസ്ട്രോളജറിൻ്റെ അടുത്ത് വരുമ്പം പൊതുവെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന പോലെയല്ല, അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റി ഒരു തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് ആൾ വരാതെയും നമ്മളിതുവരെ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ നമ്മുടെ മുന്നിലേക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ബർത്ത് പ്ലേസും തരുമ്പം ആ ഒരു എനർജി ഫീൽഡ് അവർ തരുന്ന ഹൊറോസ്കോപ്പ് വെച്ച് മാത്രമാണ് പറയുന്നത്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ നമ്മുടെ കോൺവെർസേഷനിൽ അവരുടെ പ്രശ്നമായിരിക്കണം നമ്മൾ പറയുന്നത്. ഇല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്ന വലിയ പാടാണ്. കാരണം അവർക്ക് ആ ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ, അവർ ഓക്കെ എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഹൊറോസ്കോപ്പ് എടുത്തിട്ട് ആദ്യം പറയുന്ന കാര്യം അവരുടെ പ്രശ്നമായിരിക്കണം, അല്ലെ രണ്ടാമത് പറയുന്ന കാര്യം അവരുടെ പ്രശ്നമായിരിക്കണം. ദൈവാധീനം കൊണ്ടും ഗുരുത്വം കൊണ്ടും ഈ ശാസ്ത്രത്തിൽ എനിക്കുള്ള അറിവ് പരിമിതമാണ്. അത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. എത്ര ജന്മം എടുത്താലും പഠിച്ചു തീരാൻ പറ്റും എന്നറിയില്ല. എന്നാൽ പോലും എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സെൻറ്റൻസിൽ 90% ആൾക്കാരുടെയും പ്രശ്നമായിരിക്കും ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്. പക്ഷെ 10% പരാജയപ്പെട്ടു പോവാറുമുണ്ട്. അതിപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടാണ്. അതായത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ എൻ്റെ പോരായ്മകളും ചിലപ്പം ആ സമയത്തുള്ള എൻ്റെ മൂഡും ചിലപ്പോൾ എൻ്റെ ശ്രദ്ധക്കുറവും ഒക്കെ ആയിരിക്കാം. പക്ഷേ 90% ആൾക്കാരുടെയും കൺസൾട്ടേഷനിൽ ഞാൻ അവരോട് പറയുന്നത് കൃത്യമായിട്ടും അവരുടെ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ കൂടുതൽ അനുഭവങ്ങൾ വരികയും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ശാസ്ത്രത്തിന് സറണ്ടർ ചെയ്തു തുടങ്ങും.
പ്രത്യേകിച്ച് അനുഭവങ്ങൾ വീണ്ടും 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 റിപ്പീറ്റായിട്ട് വരുമ്പം നമ്മളുടേതായ കുറേ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പം നമ്മളുടെ ഒരു പെർസെപ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷൻ, നമ്മുടെ ഇൻറ്റ്യൂഷൻസ് ഇതെല്ലാം കൂടി ഒരേപോലെ വരുമ്പം നമ്മൾ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സമൂഹത്തിനെ സഹായിക്കാൻ വന്നവരാണെന്ന് മനസ്സിലാവും. എല്ലാ ആൾക്കാർക്കും അവരവർ ചെയ്യുന്ന മേഖലകളിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പം ഒരു കഴിവ് വരും. അത് കുറച്ച് കാലം ചെയ്യണം. അത് ഏത് മേഖലയിലാണെങ്കിലും അത് വരും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വസ്തുനിഷ്ഠവും ഭൗതികാധിഷ്ഠിതവും അധ്യാത്മികാധിഷ്ഠിതവുമായിട്ടുള്ള ഒന്നിനെയും ചേരുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ നമുക്ക് വേണ്ടതിനെ എടുത്തിട്ട് വേണ്ടാത്തതിനെ മാത്രം തള്ളിക്കളയുക. ഏതൊരു പ്രൊഫഷനായാലും ഇതാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുമ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക. ലൈഫ് ഈസ് ലൈക്ക് എ സൂപ്പർ മാർക്കറ്റ്. ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്ന പോലെയാണ് ജീവിതം. നമുക്കതിൽ വേണ്ടത് മാത്രം എടുക്കുക. കാരണം കയറുന്ന വഴിക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും, ഓഫറുകളുള്ളതുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക. ചിലപ്പോൾ ഓഫറുള്ള കാര്യം നമുക്ക് വേണ്ടതാണെങ്കിൽ നമ്മൾ ആ സമയത്ത് വളരെ ലക്കിയാണ്, അതെടുക്കാം. അതായത് സമയത്ത് നമുക്ക് വേണ്ടാത്ത ഒരു സാധനം ഓഫർ കണ്ടുകൊണ്ടെടുത്താൽ നമുക്കത് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ജീവിതത്തിൽ നിന്നും എടുത്ത് നമ്മൾ പലതും കേൾക്കും. നമ്മുടെ ഡിസ്ട്രാക്ഷൻ അല്ലെ പ്രൊക്കാസ്റ്റിനേഷന് വേണ്ടിയിട്ട് നിരവധി സാധനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് വരും. നമുക്കൊന്നും വേണ്ട, നമുക്ക് വേണ്ടത് മാത്രം മതി. അത് മാത്രം മതി നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ വളരാൻ. നിങ്ങൾ ജ്യോതിഷികളാവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ അസ്ട്രോളജേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആസ്ട്രോ സൈക്കോളജിസ്റ്റൊക്കെ ആവാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ബാക്കിയെല്ലാം വിട്ടേക്കും, നിങ്ങളുടെ സബ്ജക്റ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കൂ, എന്നിട്ട് വേണ്ടതെടുക്കൂ, ബാക്കിയുള്ളതിനെല്ലാം തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ പഠിക്കൂ. അതുകൊണ്ട് പലരും പലതും പറയും. നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ അതിൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ പതിനായിരക്കണക്കിന് ഹോരകൾ, മണിക്കൂറുകൾ നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് എററുകളുണ്ടാവും. നിങ്ങൾ സോൾവ് ചെയ്യും. അങ്ങനെ നിങ്ങളതിൻ്റെ മാസ്റ്ററായിത്തീരും. സോ അതാണ് ചെയ്യേണ്ടത്. ഏത് മേഖലയിലുള്ളവർക്കും ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതും. എന്താണോ നിങ്ങൾക്കിഷ്ടം അത് ധാർമ്മികമായിട്ടും സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടും ആ വിദ്യയിൽ നിങ്ങൾ ശരണം പ്രാപിച്ചാൽ, നിങ്ങൾ ശ്രമിച്ചാൽ യു വിൽ ബിക്കം സക്സസ്ഫുൾ. ഉറപ്പാണത്, ഒരു സംശയമില്ലാത്ത അതൊരു പ്രപഞ്ച സത്യമാണത്. നിങ്ങൾ എഫേർട്ട് ഇടുന്നതൊന്നും ഇവിടുന്ന് വെറുതെ പോവില്ല. അതുകൊണ്ട് വേഗമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഷോർട്ട് കട്ട്സിലൂടെ പോവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേഗമായിട്ടുള്ള റിസൾട്ടേ അതിനുണ്ടാവത്തുള്ളൂ കേട്ടോ. നിങ്ങൾ രാശിചക്രം കാണുന്ന സമയത്ത്, ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത്, നിങ്ങൾ ഹൊറോസ്കോപ്പ് എടുത്ത് കയ്യിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ദ ഡയമെൻഷൻസ് ഓഫ് എക്സ്പ്രഷനാണ് നിങ്ങൾ പ്ലാനറ്റ് അഥവാ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നത്. അതായത് എക്സ്പ്രഷൻസിൻ്റെ പലതരത്തിലുള്ള ഡയമെൻഷൻസാണ് ഗ്രഹങ്ങളെക്കുറിച്ച് കൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഗ്രഹങ്ങൾ തരുന്ന സൂചനയായിട്ട് മനസ്സിലാക്കേണ്ടത്. ദ ക്വാളിറ്റീസ് ഓഫ് എക്സ്പീരിയൻസസ് ആണ് സൈൻ തരുന്നത്. അതായത് ഒരു രാശിയുടെ ചിഹ്നം നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ആ രാശി തരുന്നത്, ആ സൈൻ നമുക്ക് തരുന്നത് ക്വാളിറ്റീസ് ഓഫ് എക്സ്പീരിയൻസസ് ആണ്. ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ സൈക്കോളജി അവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ രാശിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതലും ഞാൻ അത് ഊന്നിയാണ് പറഞ്ഞത്. ദ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസസ് ആണ് ശരിക്കും ഹൗസ് എന്ന് പറയുന്നത്. അതായത് ഭാവങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ദ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസസ് ആണ് ഭാവങ്ങൾ എന്ന് പറയുന്നത്, 12 ഭാവങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒട്ടുമിക്ക അറിവുകളും പഞ്ചഭൂതാത്മകമായിട്ടാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ദ എനർജി സബ്സ്റ്റൻസസ് ഓഫ് എക്സ്പീരിയൻസ് ആണ് എലമെൻറ്റ്സ്, അതായത് പഞ്ചഭൂതം. അതിന് ഈ രാശിയുമായിട്ട് കണക്ട് ചെയ്യണം. ഇതിനെല്ലാം കൂടി സപ്പോർട്ട് ചെയ്യുന്ന തോട്ടിൻ്റെ, മനസ്സിൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ തോട്ട്സിൻ്റെ വൈഫാണ്, പാർട്ട്ണറാണ് കോൺസ്റ്റലേഷൻസ്. അതുകൊണ്ട് തന്നെ 27 നക്ഷത്രങ്ങളും തോട്ട്സുമായിട്ട് ഒരുപാട് കണക്റ്റഡ്. ഈ പ്ലാനറ്റ്സും ഇതെല്ലാം, അതുകൊണ്ട് തന്നെ ഈ പ്ലാനറ്റ്സുമായിട്ടും സൈനുമായിട്ടും ഭാവവുമായിട്ടും അതുപോലെ തന്നെ എലമെൻസുമായിട്ടെല്ലാം ഈ സ്റ്റാർസിന് ഭയങ്കര കണക്ഷൻസ് ഉണ്ട്. അതത്രയും പഠിച്ചു വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ ഈ ഒരു ഗ്രഹനില കിട്ടുമ്പോൾ ഈ ഒരു ബോധം ഒരു അസ്ട്രോളജറിന് അല്ലെങ്കിൽ ഒരു ദൈവജ്ഞന് ഉണ്ടായിരിക്കണം.
അതിനെ കാലഘട്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്തെ സയൻസിൻ്റെയോ നിങ്ങൾക്ക് ഏത് ഭാഷകളോ എന്ത് വേണമെങ്കിലും അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാം. അത് അസ്ട്രോളജേഴ്സിന് പറ്റും, അത് കുഴപ്പമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. കേൾക്കുന്ന ആളിന് മനസ്സിലാവണം, അവർക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ അതിന് ഇൻഹറൻ്റ് ആയിട്ടുള്ള അസ്ട്രോളജിയുടെ ലാംഗ്വേജുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ലാംഗ്വേജസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോസ്മിക് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സ്പിരിച്വൽ ലാംഗ്വേജസ് യൂസ് ചെയ്യാം, തന്ത്ര റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള സാധനാമാർഗങ്ങളുടെയും യോഗശാസ്ത്രങ്ങളുടെയും ഗൂഢാർത്ഥങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ യുങ് ഒക്കെ പറയുന്ന പോലെ ആർക്കിടൈപ്പൽ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് അവിടെ പറയുന്ന ലാംഗ്വേജസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെ തുടങ്ങിയിട്ട് ഫ്രോയിഡൊക്കെ പറയുന്ന, ആൽഫ്രഡ് അഡ്ലറൊക്കെ പറയുന്ന പോലത്തെ അവരുടെയൊക്കെ പുസ്തകങ്ങളിൽ പറയുന്ന അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മറ്റുള്ളവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആളിന് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ആ മുന്നിലിരിക്കുന്ന ആളിന് എന്ത് ലാംഗ്വേജ് ആണോ മനസ്സിലാവുന്നത്, അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് എന്ത് ലാംഗ്വേജ് ആണോ മനസ്സിലാവുന്നത് അത് നിങ്ങൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം നമുക്ക് അസ്ട്രോളജിയായിട്ട് കണക്ട് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ അസ്ട്രോളജിയിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട്, എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം അസ്ട്രോളജി ചുരുങ്ങിപ്പോയത് കൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് അസ്ട്രോളജി ഒരു സൂപ്പർസ്റ്റിഷനായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതൊരു കോസ്മിക് ലാംഗ്വേജാണ്. ഋഷിമാരുടെ ഒരു എന്താ പറയുക, ഒരു ഗംഭീര കോൺട്രിബ്യൂഷനാണ്. അത് പഠിച്ചാലും തീരത്തുമില്ല. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ ദിവസവും എക്സൈറ്റ്മെൻറ്റും അത്ഭുതമാവുകയും ചെയ്യും. നമ്മളങ്ങ് സറണ്ടർ ചെയ്യുകയും ചെയ്യും. അത് ഉറപ്പാണ്. പഠിച്ച് മുന്നോട്ട് പോയി ഇതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ കുറച്ച് കഴിയുമ്പം സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ 12 ഭാവങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിലെല്ലാത്തിലൂടെയും കടന്നു പോകും. 1-ാം ഭാവത്തിൽ പറയുന്ന കാര്യങ്ങളിലും 2-ാം ഭാവത്തിലും കുടുംബം ഒക്കെ പറയുന്ന കാര്യങ്ങളിലൂടെയും 3-ാം ഭാവം ധൈര്യവും വീര്യവും ദുർബുദ്ധിയിലൂടെയും 4-ാം ഭാവത്തിൽ പറയുന്ന കുടുംബവും വാഹനമൊക്കെ 5 സന്താനങ്ങളിലൂടെയും പ്രണയത്തിലൂടെയും 6 ശത്രു രോഗത്തിലൂടെയും 7 പാർട്ട്ണറിലൂടെയും 8 ആയുസ്സും രഹസ്യ വിഷയങ്ങളുടെ 9 ഭാഗ്യം, ധർമ്മം, ഗുരു, തീർത്ഥാടനങ്ങളും 10-ാം ഭാവം കർമ്മത്തിലൂടെയും 11-ാം ഭാവം എന്ന് പറയുന്ന സർവ്വലാഭഭാവവും 12-ാം ഭാവം ശയനവും മോക്ഷവും. അപ്പോൾ ഇതിലെല്ലാത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളത് അറിഞ്ഞും അനുഭവിച്ചും അതിൻ്റെ തലത്തിനനുസരിച്ച് നമുക്ക് വിധിക്കപ്പെട്ട രീതിയിൽ നമ്മൾക്ക് ചേർന്ന് പോകാൻ കഴിഞ്ഞാൽ മോക്ഷത്തിലേക്ക് എത്തും. അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ ലീഡ് ചെയ്യുന്ന ഭൗതികതയും ആധ്യാത്മികതയും രണ്ടല്ല എന്ന് പഠിപ്പിക്കുന്ന ഋഷിമാരുടെ കോൺട്രിബ്യൂഷനാണ് അസ്ട്രോളജി. അതിന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയതിൽ ഒരുപാട് അസ്ട്രോളജേഴ്സിന് ഇതുണ്ട്. ഭൂരിപക്ഷവും വിവരദോഷികളാകുമ്പോഴാണ് ആ ശാസ്ത്രം വളരെ മോശമാവുന്നതും ഒക്കെ. അപ്പം നമ്മൾ ഇതിനെ വേറൊരു രീതിയിലേക്ക്, എൻ്റെ വാക്കിലെ രൂക്ഷത ദയമായി ക്ഷമിക്കുക. കാരണം അത്രയും പുഴുക്കുത്തലുകൾ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ഈ മേഖലയിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ കഴിയുന്ന രീതിയിൽ, അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറയുന്ന പോലെ അതിലൊരു മാറ്റം വരുത്താമെന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. എത്ര കാലം ഈ വീഡിയോ ഒന്നും ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പം ചെയ്യാൻ തോന്നുന്നു, അത് ചെയ്യുന്നു. ഇതിൽ പഠിക്കാൻ പറ്റുന്നവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങളെ ഈ ശാസ്ത്രം സഹായിക്കും എന്നുള്ളത് എൻ്റെ അനുഭവം കൂടിയാണ്. ഒരുപാട് പേരെ ഞാൻ പഠിപ്പിച്ചവരുടെ അനുഭവം കൂടിയാണ്. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, എന്താണോ ചെയ്യുന്നത്, അതിൽ ധർമ്മത്തോടു കൂടിയിട്ട്, പെർഫെക്ഷനേക്കാട്ടിലും കൂടുതൽ നിങ്ങൾ പൂർണ്ണ ധാർമ്മികമായിട്ട് സത്യസന്ധമായിട്ട് അതിനെ സമീപിക്കും. ഒരു വളഞ്ഞ വഴിയോ ഒരു ഷോർട്ട് കട്ടോ ഒരു സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തയുമില്ലാതെ നിങ്ങളതിനെ സമീപിക്കും. ഇന്നല്ലേ നാളെ ഈ ശാസ്ത്രം നിങ്ങളെ സഹായിച്ചിരിക്കും. ഇതെന്നല്ല, ഏത് ശാസ്ത്രവും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും. നിങ്ങൾ അതിൽ മാസ്റ്റർ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസും ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വായിച്ചിട്ട് ഇതിനെതിരെ സഞ്ചരിക്കുന്നവരുടെ, നമ്മളതിനൊരു ഇൻ്റലക്ച്വൽ ജിംനാസ്റ്റിക്കിനൊന്നും പോവാതെ മാൻമെയ്ഡായിട്ടുള്ള ഒരുപാട് തിയറികളും ഇതോടെ കൂട്ടി യോജിപ്പിച്ചിട്ട് യുക്തിയും സ്പിരിച്വാലിറ്റി എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ചക്ക കുഴയുന്ന പോലെ കുഴയാൻ നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതനുഭൂയതയെ തത് പ്രമാണം എന്നാണ്. നിങ്ങളെന്താണോ അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ എക്സ്പീരിയൻസ് ഉള്ളത്, അതാണ്
ബേസിക് പ്രമാണം. അത് മറ്റുള്ളവർ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, നിങ്ങളുടെ അനുഭവം എന്താണ്, നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടമാണോ, നിങ്ങൾക്കിതിനകത്ത് ഉറപ്പുണ്ടോ, മുന്നോട്ട് പോവുക. ഈ സെലിസ്റ്റിയൽ ലാംഗ്വേജ് നിങ്ങൾക്കൊരു ദിവസം മനസ്സിലാവുകയും ചെയ്യും. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. അഗ്നിമാരുത യോഗം. പല ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് രണ്ടും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് എനർജി ഫീൽഡുകളാണ്. ഒന്ന് ലോവർ പ്ലെയിൻ ആയിട്ടുള്ള ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ്റേൺ എന്ന് പറയുന്നത്. അതേ സമയത്ത് മാഴ്സ് എന്ന് പറയുന്നത് ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഭയങ്കര റേഞ്ചിലുള്ള ഇതാണ്. ഇവർക്ക് ആസുരിക് നേച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പോലെ ഭയങ്കര പവറാണ്. ഇൻ്റലക്ച്വൽ അല്ല. വാസ്തവത്തിൽ ബാഹ്യമായ വിഷയങ്ങളിലാണ് ഇവരുടെ സ്പിരിച്വാലിറ്റി കിടക്കുന്നത്, ബാഹ്യമായ വിഷയങ്ങളിലാണ് ഇവരുടെ ഇൻ്റലക്ച്വൽ നോളജ് കിടക്കുന്നത്. എല്ലാം ബോഡി ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം എല്ലാം ബാഹ്യമാണ്. കുറച്ച് അരഗൻ്റാണ്, നമുക്ക് നന്നായിട്ട് കഷ്ടപ്പെടണം, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ നേരെ വിപരീതമാണ് ശനി. ഭയങ്കര ലോയാണ്, വളരെ അരഗൻറ്റും ചെറുപ്പവുമായിട്ടുള്ള ചൊവ്വയും വളരെ വൃദ്ധനായിരിക്കുന്ന ശനിയും വായുകാരകനായ ശനിയും കൂടെ ഒരുമിച്ച് ചേരുമ്പം ചൊവ്വയ്ക്ക് ഇത് കൂടും. കാരണം അഗ്നിയിലേക്ക് കാറ്റ് ചെല്ലുമ്പം ഭയങ്കരമായിട്ട് ആളിപ്പടരും. അത് ഓർത്ത് വെച്ച്, അഗ്നിമാരുത യോഗം എന്ന് പറയുമ്പം അഗ്നിയിലേക്ക് വായു കയറുമ്പം കത്തിപ്പടരും അല്ലേ. എന്നാൽ ചില ഏരിയകളിൽ അഗ്നി കത്തി തുടങ്ങുമ്പോഴത്തേക്ക് വായു വരുമ്പോഴത്തേക്ക് അഗ്നി കെട്ടുപോകും. ചൊവ്വയ്ക്ക് ബലമുള്ള സ്ഥലത്ത് ശനിയുടെ യോഗം വന്നാൽ തീ കത്തും, ചൂടുണ്ടാവും, ഉഷ്ണം വരും. അത് ഏത് ഭാവത്തിലാണോ വരുന്നത് ആ ഭാവത്തിന് ഒരു സ്ഫോടന യോഗം, പൊട്ടിത്തെറിക്കാൻ, നിന്ന് കത്തുന്ന ഒരു ഫീല് വരും. നമുക്ക് തീഗോളം പോലൊരു ഫീല് ആ ഭാവത്തിന് വരും. ആ ഭാവം ചിന്നിച്ചെതറാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, കുജ ശനി യോഗം എന്ന് പറയുന്നത് സർജറി വരാനുള്ള സാധ്യതയാണ്. ഉദാഹരണത്തിന് 5-ാം ഭാവത്തിൽ വന്നാൽ വയറിനോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലോ സർജറി. അതേപോലെ തന്നെ കുജശനി യോഗം പൊതുവെ ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരാം. അഗ്നിമാരുത യോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ്. കാരണം ജാതകത്തിൽ ഏത് ഭാവത്തിലാണോ അഗ്നിമാരുത യോഗം വരുന്നത് ആ ഭാവത്തിന് ഒരു സ്ഫോടനം ഉണ്ട്. അതിൻ്റെ ദശയിലോ അപഹാരകാലങ്ങളിലോ ആണ് കൂടുതലും ഉണ്ടാവുന്നത്. ഇനി തിരിച്ച് ശനി ആണ് ബലക്കൂടുതൽ, കുജനാണ് ബലക്കുറവ് വരുന്നത് എങ്കിൽ ഈ ഒരു കാര്യം ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കത്തില്ല. പോയി അലഞ്ഞ് കഷ്ടപ്പെടും. ഉദാഹരണത്തിന് 7-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ശനി കുജ യോഗം വന്നാൽ ഒന്നിൽ വിവാഹം നേരത്തെ നടന്നിട്ട് അതങ്ങ് പൊളിഞ്ഞു പോകും. ഇല്ലെങ്കിൽ 7-ാം ഭാവത്തിലെ സാറ്റേണിൻ്റെ ഒരു കർമ്മത്തെ പറ്റിയിട്ട്, ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. അതൊരുപാട് പറയാനുണ്ട്. 7-ാം ഭാവത്തിൽ സാറ്റേൺ വരുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളതിൻ്റെ ഒരു പഠനമുണ്ട്. അത് പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറഞ്ഞുതരാതെ. അത് കൂടാതെ ഈ സാറ്റേൺ മാർസ് കോമ്പിനേഷൻ, ഒരു കൺജങ്ഷൻ ഒരു 10 ഡിഗ്രിക്കുള്ളിലാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു 2, 3, 4 ഡിഗ്രിക്കുള്ളിലാണെങ്കിൽ ഈ ബലം ഉറപ്പാണ്. എന്താ വെച്ചാൽ ഏത് ഭാവത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു അതിൻ്റെ ദശ അപഹാരം വരുന്ന സമയത്ത് ഒരു സ്ഫോടന യോഗം ഉണ്ടാവും. 7-ാം ഭാവത്തിലാണെങ്കിൽ ബ്രേക്കപ്പ് വരാം, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരാം, അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കാം, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശനിക്കാണ് വില കൂടുതലെങ്കിൽ അലഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട ശേഷമായിരിക്കും വിവാഹം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് വൈകിയായിരിക്കും നടക്കുന്നത്. കുജനാണ് അവിടെ വില കൂടുതൽ, ശനിക്കാണ് വിലക്കുറവെങ്കിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള ലൈംഗിക തൃഷ്ണകളായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത് നിമിത്തം. അപ്പോൾ 7-ാം ഭാവം മൊത്തത്തിൽ അതൊക്കെ നിമിത്തം പൊടിയാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഓരോ ഭാവങ്ങളും, 1-ാം ഭാവത്തിലാണെങ്കിൽ രോഗങ്ങൾ കൂടും, ഉഷ്ണം കൂടും, മൈഗ്രെയിൻ കൂടും, പലതരത്തിലുള്ള സർജറികൾ ചിലപ്പോൾ തലയിലൊക്കെ വന്നിരിക്കും. പൊതുവേ കുജ ശനി യോഗം, അഗ്നിമാരുത യോഗം ലീഡ്സ് ടു സർജറി, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഒരു ഇൽനെസ്, ശരിക്കും ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകളാണ് പൊതുവെ തരുന്നത് എന്നുള്ളതും കൂടി ഓർത്ത് വെച്ചേക്കുക. അഗ്നിമാരുതത്തിൻ്റെ കോമ്പിനേഷൻസ് നമ്മൾ വേറെ പല കോമ്പിനേഷൻസ് പഠിക്കും. അതിനിടയ്ക്കൊക്കെ മറ്റു പല കാര്യങ്ങളെയും നമുക്കോരോ ഭാവങ്ങളുടെ ഇടയ്ക്ക് പറയുന്ന സമയത്ത് നമുക്കത് എടുത്തുപയോഗിക്കാം. തൽക്കാലം ഇത്രയും മാത്രം പഠിച്ചു വെക്കുക.
ഒരു സർജറി, ഇത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ് കേട്ടോ. ഏത് ഭാവത്തിൽ വരുന്നു ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബ്രേക്ക് അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ ഒരു സർജറി എന്തെങ്കിലുമൊക്കെ വരാം. പ്രത്യേകിച്ച് 12ാം ഭാവത്തിലൊക്കെ വന്നാൽ കാലിനൊക്കെ ഓപ്പറേഷനൊക്കെ വരുന്നത്, കാലിനൊക്കെ ഒരു സർജറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അഗ്നിഭാരത യോഗത്തെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു കർമ്മത്തെക്കുറിച്ച് പറയുമ്പം 6ാം ഭാവവും 8ാം ഭാവവും ഡെപ്റ്റുകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പം 6ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ പ്ലേസ്ഡ് ആയാൽ എന്തൊക്കെയാണ് ഫലം എന്നുള്ളതും കൂടി നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്കാരം.